പെട്ടെന്ന് ഒരു ആരോപണം വന്നപ്പോ ശ്വേത ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അത് ഫേസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പറ്റുന്നില്ല. അത് ചിലപ്പോൾ പറ്റിയെന്നല്ല. ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇമോഷണലായിട്ട് ഒരുപാട് ഒരു മുതിർന്ന താരം നിലയിൽ ഒരു സമാധാനത്തിനൊരു അപ്പീൽ താങ്കൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞാനല്ല, ഞാനൊരു മുതിർന്ന ഒരു സീനിയർ ആക്ടർ തന്നെയാണ്. ഞാൻ ഇതിന്റെ തുടക്കകാലത്തുണ്ട്. സിനിമയിൽ 80 തൊട്ട് ഞാൻ ഉള്ളവരാണ്. എനിക്ക് ഈ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുത്തനാണ്. പക്ഷെ ഇതൊരു സമയമല്ല. എന്നേക്കാളും ഇതിന്റെ മുകളിൽ അധികാരങ്ങളും പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്, മോഹൻലാലും മമ്മൂട്ടി. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ 2 പേരുള്ളത് ഞങ്ങളുടെ വലിയൊരു ആശ്വാസമായിട്ടാണ്. അവർ സമയോചിതമായ സമയത്ത് ഇതിനകത്ത് ഇടപെട്ട് ഇത് നിലനിർത്തുക എന്നുള്ളതിനകത്തേക്ക് എനിക്ക് ഒരു സംശയമില്ല. സേതാമേനോന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് സേതാമേനോനെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. അങ്ങനെ ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ അന്ന് പോയില്ല എന്നുള്ളത് സത്യമാണ്. അന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പങ്കെടുത്തില്ല. ഞാൻ ആ സമയത്തിന് മുമ്പും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാൻ ഫെസ്റ്റിവലിന് പോയേക്കായിരുന്നു. ഞാൻ അവിടെ വന്ന് സിനിമ കാണുന്നതിൽ 6 സിനിമ കാണുന്നതിൽ വ്യാപൃതരായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ ഇടപെടരുതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കട്ടെ, ഞാൻ അഭിപ്രായം പറയാം. ഞാൻ ഇപ്പൊ കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ലേ, കോടതിയുടെ ഒരു തീരുമാനം മുമ്പിൽ നിൽക്കുകയല്ലേ, അത് ആ വഴി നിൽക്കട്ടെ. അതിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അന്നേരം പറയാം. ഞാനിത് പഠിച്ചു വരട്ടെ. അത് തീരണമല്ലോ. പഠിച്ചു വരുമ്പോ തീരുവാണെങ്കിൽ അത് വളരെ സന്തോഷമല്ലേ. അതിനകത്ത് എന്തിനാ നിങ്ങൾ ദുഃഖം കാണുന്നത്? ഇത് തീരരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ ഉണ്ടാവരുത്. ഈ ജനറൽ ബോഡിയാണല്ലോ സംഘടനയുടെ അവസാന വാക്ക്. ജനറൽ ബോഡി തെരഞ്ഞെടുത്ത് അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ രാജിവെച്ചു എന്ന് പ്രഖ്യാപിച്ചവർ കോടതി പോയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിന് ഇത് കോടതി എന്താണ് തീരുമാനിച്ചത്? ഞാൻ കോടതിക്ക് മുമ്പിൽ ഞാനൊരു വലിയ ആളല്ലല്ലോ. കോടതിയെക്കാരും വലിയൊരാളാണോ ഞാൻ? അല്ലല്ലോ. കോടതി ഒരു തീരുമാനം എടുത്തതിനെതിരെ എനിക്ക് പറയാനുള്ള അവകാശമില്ല. എനിക്കില്ല. അങ്ങനെയല്ല. ഞാൻ ചോദിക്കണേ, കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഞാനൊരു കോടതിക്കെതിരായിട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ കോടതിക്ക് അനുകൂലമായിട്ട് ഞാൻ പറയുന്നതിനകത്ത് വന്നില്ല. പരസ്യമായി പറഞ്ഞത് കൊക്കു പാലിക്കുന്ന ഒരു മൗനമുണ്ടല്ലോ, അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? ഇപ്പൊ കൊക്കു പരമേശ്വരൻ വളരെ മാന്യമായിട്ട് ഇതിനെ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർ മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നല്ലോ. അവരുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണല്ലോ. അപ്പൊ അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? ചേട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? അതെ, ഞാൻ എന്താ പറയാ, ഓരോരുത്തരും ഓരോ വ്യക്തിത്വം ഉള്ളവരാണ്. അന്ന് ഞങ്ങളുടെ അഭിനേതാക്കളാണ്. പലരുടെ ഇമോഷണൽ സെന്റർ ചിലർക്ക് വന്നിട്ടുള്ളത് അത് സ്വയം അടക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാവാം, ബുദ്ധിപരമായിട്ട് നീങ്ങാനുള്ള ശക്തി ഉണ്ടാവാം, കഴിവുണ്ടാവാം. പലരും ഇമോഷണലായിട്ട് പെട്ടെന്ന് ചെന്ന് പ്രകടിപ്പിക്കാം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ആരോപണം വന്നപ്പോ ശ്വേത ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അത് ഫേസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പറ്റുന്നില്ല. അത് ചിലപ്പോൾ പറ്റിയെന്നല്ല. ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇമോഷണലായിട്ട് ഒരുപാട് ഒരു മുതിർന്ന താരം നിലയിൽ ഒരു സമാധാനത്തിനൊരു അപ്പീൽ താങ്കൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞാനല്ല, ഞാനൊരു മുതിർന്ന ഒരു സീനിയർ ആക്ടർ തന്നെയാണ്. ഞാൻ ഇതിന്റെ തുടക്കകാലത്തുണ്ട്. സിനിമയിൽ 80 തൊട്ട് ഞാൻ ഉള്ളവരാണ്. എനിക്ക് ഈ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുത്തനാണ്. പക്ഷെ ഇതൊരു സമയമല്ല. എന്നേക്കാളും ഇതിന്റെ മുകളിൽ അധികാരങ്ങളും പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്, മോഹൻലാലും മമ്മൂട്ടി. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ 2 പേരുള്ളത് ഞങ്ങളുടെ വലിയൊരു ആശ്വാസമായിട്ടാണ്. അവർ സമയോചിതമായ സമയത്ത് ഇതിനകത്ത് ഇടപെട്ട് ഇത് നിലനിർത്തുക എന്നുള്ളതിനകത്തേക്ക് എനിക്ക് ഒരു സംശയമില്ല. തീർച്ചയാണ് ഇതിനകത്ത് 100% ഞാൻ ഉറപ്പ് പറഞ്ഞു തരാം. ഇത് തകരാൻ മോഹൻലാൽ അത് അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ?